ഫ്രണ്ട്സ്, ഇന്ന് കൂളിംഗ് ഗ്ലാസ് ഇട്ട് വേറെ ഒന്നല്ല, നമ്മൾ പ്രാവിനെ പറവൊക്കെ ഇടണം. അപ്പം നേരെ മുകളിൽ കയറിയാൽ ചിലപ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ കാണൂല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഇട്ട് കേട്ടോ, അല്ല സ്റ്റൈലാക്കട്ടല്ലോ കേട്ടോ. പിന്നെ അപ്പോൾ ഞാനെന്ത് ചെയ്യും, എൻ്റെ പ്രാവിനെ 2 മണി പറവ് കൊടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ അപ്പോൾ ആദ്യം 10 ml വെള്ളം അടിച്ചു കൊടുക്കുകയാണ് 2 പ്രാവുകൾക്ക് കേട്ടോ. 10 ml ഒരു സിറിഞ്ച് എടുത്തിട്ട് അതിൽ ഫുള്ള് വെള്ളമാക്കി നമ്മളെ പ്രാവിനെ ഞാൻ പിടിച്ച് കാണിച്ചതാണ്. പ്രാവൾക്ക് വിടുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ വിടാൻ പോകുന്ന ഫസ്റ്റ് പ്രാവ്. ഓക്കെ, സുർബപ്പുള്ളി വന്ന പ്രാവാണ് കേട്ടോ. നമ്മൾ ആദ്യം 10 ml വെള്ളം ഇതിനടിച്ചു കൊടുക്കാം. ഇതിന് 10 ml അടിച്ചു കൊടുത്തു. ഇതിനെ യോബായക്കുട്ടിൽ എന്നിട്ട് കേട്ടോ 2 മിനിറ്റ് റെസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ പ്രാവിനെ വിടാൻ പാടുള്ളൂ കേട്ടോ. അടുത്ത പ്രാവിനെ വെള്ളം അടിക്കട്ടോ. ഇങ്ങനെ പിടിക്കാനല്ലേ ഈ പിടുത്തം, സിമ്പിളാണ്. ഇതിങ്ങനെയാണ് വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതാ 10 ml വെള്ളം 2 പ്രാവിന് നമ്മൾ അടിച്ചു കൊടുത്തു. ഇപ്പം ഇതിനെ ഇങ്ങോട്ട് റിലീസ് ചെയ്തു. അപ്പോൾ നമ്മൾ പറവക്കിടാനുള്ള 2 പ്രാവ് കേട്ടോ. 2 ഫീമെയിലാട്ടോ. ഫുൾ കള്ളിയായ പ്രാവാണ്. ചിറക് വലിച്ചൊപ്പിച്ച് സെറ്റ് ചെയ്ത പ്രാവാണ്. അപ്പോൾ ഇന്നലത്തെ പറവെന്ന് പറഞ്ഞാൽ 4 മണി പറവായിരുന്നു. ഇനി എന്താണ് ഇന്നത്തെ പറവ നോക്കട്ടോ. ഇന്ന് നമ്മൾ 2 മണി പറവാണ് കൊടുക്കുന്നത്. ഇപ്പോൾ സമയം 55 ആയിട്ടുണ്ട്. 1:55 കേട്ടോ. അപ്പോൾ വെള്ളം അടിച്ചു കൊടുത്ത് 10 മിനിറ്റ് ഇട്ട് കഴിഞ്ഞിട്ടാണ് പ്രാവിനെ വിടുക കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസ്റ്റ് കൊടുക്കാനോ ബായക്കൂട്ടിൽ. അപ്പോൾ പ്രാവിന് മനസ്സിലാവാം എന്നെ പറവക്ക് വിടാൻ പോവുക എന്നുള്ള ഒരു മൈൻഡ് പ്രാവിന് വരും കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ പ്രാവിനെ പറവക്ക് ഇടാൻ പോവാണ്. അപ്പോൾ നമ്മൾ പ്രാവിനൊക്കെ ചെക്ക് ചെയ്തു കേട്ടോ. പ്രാവിൻ്റെ മേടൽ പഴയ തീറ്റ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പെത്തിയതിനു ശേഷം നമ്മൾ പ്രാവിനെ വിടുന്നത് കേട്ടോ. എന്നിട്ട് പ്രാവിനെ വിടുകയാണ്. കണ്ടോ, അതാട്ടോ നമ്മളെ പ്രാവിൻ്റെ പറവ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതാട്ടോ വലിയ അത്യാവശ്യം ലോങ്ങൊക്കെ പോകട്ടോ പ്രാവള്. നമുക്ക് നോക്കാം എന്താവുന്ന സ്ഥിതി. ഇനി ഞാൻ കുറച്ച് ലാസ്റ്റിക്ക് കാണിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു 3 മണിക്ക് നമുക്ക് വേറെ 2 പ്രാവളി കൂടി പറവൊക്കെ വെക്കാണ്ട് കേട്ടോ. ടൂർണമെൻറ്റ് ബേസ് ചെയ്ത് വിടുമ്പോൾ പിന്നെ വേറെ പ്രാവളൊന്നും നമ്മൾ വിടാൻ പാടില്ല. പക്ഷെ നമ്മൾ 12 മണി കവർ ചെയ്തിട്ട് മാക്സിമം ഒരു 2 പ്രാവളെ തന്നെ പറത്തി കൊണ്ടുവരും കേട്ടോ. അപ്പോൾ നമുക്ക് പ്രാവ് സെറ്റാണെങ്കിൽ ഇങ്ങനെ തന്നെ വിടണം. 2-3 പ്രാവളൊക്കെ 2-3 സെറ്റാക്കിയിട്ട് തന്നെ വിട്ട് സെറ്റാക്കി കൊണ്ടുവന്നാലേ നമുക്ക് എന്ത് ചെയ്യും ടൂർണമെൻറ്റ് പറത്തുമ്പോൾ പ്രാവ് ഉണ്ടാവുള്ളൂ കേട്ടോ. കയ്യിൽ ഇളകി കിട്ടിയ പ്രാവൾ